നമ്മളിപ്പോൾ പല രീതിയിലുള്ള പല ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളായിട്ട് പഠിച്ചു. നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് പഠിച്ചു, SIP കുറിച്ച് പഠിച്ചു, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ പല വീഡിയോകളായിട്ട് പഠിച്ചു. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു സീരീസ് കാണുന്ന ആൾക്കാർക്ക് ഞാനതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് മുകളിൽ കൊടുത്തേക്കാം. ആ ഒരു സീരീസ് കാണുന്ന ആളുകൾ അതൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ശരിക്കും നമുക്ക് ഗോൾഡിൽ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ജ്വല്ലറി ആയിട്ട്, ആഭരണങ്ങളായിട്ട് വാങ്ങിക്കുക. പക്ഷേ ആഭരണങ്ങളായിട്ട് ഗോൾഡ് വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് അല്ല. കാരണം അതിന് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന് പണിക്കൂലി, പണിക്കുറവ്. പണിക്കൂലി എന്ന് പറയുന്നത് നമ്മൾ ഗോൾഡ് കൊടുത്തിട്ട് അതൊരു ആഭരണമാക്കി മാറ്റാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഒരു ചാർജാണ്. ഓർണമെന്റ് ആയിട്ട് ഗോൾഡ് വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പണിക്കുറവ്, നമ്മൾ വാങ്ങിക്കുന്ന പ്യൂറായിട്ടുള്ള ഗോൾഡ് അതിങ്ങനെ ഉരുക്കാനും ആഭരണമാക്കാനും ഒക്കെ ഉള്ള ആ ഒരു പ്രോസസ്സിൽ കുറച്ച് ഗോൾഡ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ പണിക്കൂലി, പണിക്കുറവൊക്കെ അതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആഭരണമായിട്ട് ഉള്ളത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് ആഭരണമാണ് വേണമെങ്കിൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നതെങ്കിൽ ഒരിക്കലും ആഭരണങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡായിട്ട് തോന്നില്ല. അത് മാത്രമല്ല, പലതരത്തിലുള്ള GST ടാക്സും ഒക്കെ നമുക്ക് അതിനകത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ലൊരു തുക നമുക്ക് അവിടെ ആഭരണമായിട്ട് വാങ്ങിക്കുമ്പോൾ ഗോൾഡിൽ നഷ്ടമാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ഗോൾഡിന്റെ 11% ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യക്കാരാണ് ലോകത്തുള്ള മുഴുവൻ ഗോൾഡിന്റെ 11% കൈയടക്കി വെച്ചിരിക്കുന്നത്. കാരണം നമുക്കല്ലാതെ തന്നെ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് റിസർച്ച് ഒന്നും ഇല്ലാതെ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഏറ്റവും കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്ന ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ആഭരണത്തിന്റെ രൂപത്തിലായാലും അല്ലാതായാലും ലോകത്തുള്ള മുഴുവൻ ഗോൾഡിന്റെ 11% ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. അപ്പോൾ ഇതിനെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്ന ആളുകളുമുണ്ട്. പല ആളുകളും ആഭരണങ്ങളാക്കി ഗോൾഡ് സൂക്ഷിക്കാറുണ്ട്. ഗോൾഡ് ആഭരണമായിട്ട് വാങ്ങിക്കുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അത് അണിഞ്ഞുകൊണ്ട് നടക്കാം, ഒരു പാർട്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു ഷോ ഓഫ് കാണിക്കാം, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നോക്കുമ്പോൾ ഒരുപാടുണ്ട്. കാരണം ഓൾമോസ്റ്റ് ഒരു 10% മേക്കിംഗ് ചാർജ്, പണിക്കൂലി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഗോൾഡിന്റെ പ്രൈസിന് പുറമെ ഈ 10% പണിക്കൂലിയും കൂടെ കൊടുക്കുമ്പോൾ അത് നമുക്കൊരു അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഒരിക്കലും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. കാരണം ഈ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്ത് 10% റിട്ടേൺസ് കിട്ടാൻ ചിലപ്പോൾ നമുക്ക് 1, 2, 3 വർഷങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ആ ഒരു 1, 2 വർഷം കൊണ്ട് നമുക്ക് കിട്ടേണ്ട റിട്ടേൺസ് ആണ് ഈ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ തന്നെ മേക്കിംഗ് ചാർജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ആഭരണം വാങ്ങിക്കുമ്പോൾ 3% GST കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ITC ഒന്നും ലഭിക്കാത്ത ആളാണെങ്കിൽ അതും ഒരു നഷ്ടം തന്നെയാണ്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഇതിനെ സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ കുറേ ജ്വല്ലറി വാങ്ങിക്കുകയാണെങ്കിൽ അത് വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെയധികം റിസ്ക് ആണ്. സോ അതുകൊണ്ട് തന്നെ പല ആളുകളും ബാങ്കിൽ ലോക്കർ എടുത്ത് അവിടെ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഈ ലോക്കറിന്റെ എക്സ്പെൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആഭരണത്തിന്റെ രൂപത്തിൽ, ജ്വല്ലറിയുടെ രൂപത്തിൽ ഗോൾഡ് വാങ്ങിക്കുന്നത് ഒരിക്കലും ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ജ്വല്ലറി ആയിട്ടുള്ള ആഭരണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആഭരണമായിട്ട് വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം, പക്ഷേ അതൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരിക്കലും വാങ്ങിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുന്നത്. നമ്മുടെ ജ്വല്ലറിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഭേദമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ട, ഓൾമോസ്റ്റ് 99.9% പ്യൂർ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഹോൾമാർക്ക് ചെയ്യപ്പെട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നമുക്ക് പ്യൂരിറ്റിയുടെ കാര്യത്തിൽ വലിയ ടെൻഷനും വേണ്ട. അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രേഡറിന്റെ അടുത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് പ്യൂർ ആയിട്ടുള്ള സ്വർണം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 3% വരുന്ന GST ആണ്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റോറേജ് തന്നെയാണ്. ഓഫ് കോഴ്സ് സ്റ്റോറേജ് ആണ്. കാരണം നമുക്ക് ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത് ചിലപ്പോൾ റിസ്ക് ആണ്. അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് ഒരു ബാങ്ക് ലോക്കറോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ നമുക്ക് സ്റ്റോറേജിനായിട്ട് കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ജ്വല്ലറി അപേക്ഷിച്ച് ഫിസിക്കൽ ഗോൾഡായിട്ട് വാങ്ങിക്കുക എന്ന് പറയുന്നത് ബെറ്ററാണ്. പക്ഷേ ഒരിക്കലും അത് ബെസ്റ്റ് വേ അല്ല. മൂന്നാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ETF ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ETF നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ നമ്മുടെ ബ്രോക്കർ ത്രൂ വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ അത് പറയുമ്പോഴാണ് ശൂന്യ പോലുള്ള ബ്രോക്കേഴ്സ് 0% ബ്രോക്കറേജിൽ ETF ഒക്കെ വാങ്ങിക്കാൻ നമുക്ക് അവൈൽ ചെയ്യുന്നുണ്ട്. ഫിൻവേഷ്യയുടെ ശൂന്യ എന്ന് പറയുന്ന ബ്രോക്കർ അതിൻ്റെ പേര് പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ട്രേഡുകൾക്കും 0 ബ്രോക്കറേജ് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1 രൂപ പോലും ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്തോ ഒക്കെ കിട്ടുന്ന നമ്മുടെ പ്രോഫിറ്റ് അനാവശ്യമായിട്ട് നഷ്ടപ്പെടില്ല. കാരണം ഇൻട്രാഡേ ട്രേഡൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഒരു ദിവസം 4-5 ട്രേഡൊക്കെ എടുക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ 4-5 ട്രേഡൊക്കെ എടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിന്റെ നല്ലൊരു ശതമാനവും ഈ ബ്രോക്കറേജ് ആയിട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ആനുവൽ മെയിൻ്റനൻസിനോ ഒന്നും തന്നെ നമ്മൾ 5 പൈസ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഇങ്ങനെയുള്ള ട്രേഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ETF ഒക്കെ വാങ്ങിക്കുമ്പോഴോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്കിതൊക്കെ വാങ്ങിച്ചു വെക്കാം. ഇപ്പോൾ ഇനി ഇക്വിറ്റിയിലുള്ള ഇൻട്രാഡേ ട്രേഡ് ആയാലും സ്വിംഗ് ട്രേഡ് ആയാലും അല്ല നമ്മൾ ഡെലിവറി എടുക്കുകയാണെങ്കിലും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, കറൻസി ആൻഡ് കമ്മോഡിറ്റീസ്, മ്യൂച്വൽ ഫണ്ട്സ്, ബോൺസ്, പിന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോലുള്ള ഗോൾഡ് പോലുള്ള ETFs, ഇതെല്ലാം വാങ്ങിക്കുന്നതിനും 0 ബ്രോക്കറേജ് ആണ്. 1 രൂപ പോലും നമ്മൾ ഇതിനകത്ത് ബ്രോക്കറേജ് ആയിട്ട് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് NSE, BSE, MCX, NCDEX ഇതുപോലുള്ള എല്ലാ എക്സ്ചേഞ്ചുകളിലും ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ശൂന്യ സെബി രജിസ്റ്റേഡ് ആണ്. അതുപോലെ തന്നെ NSE, BSE, MCX, NCDEX, AMFI, CDSL ഇതിന്റെയൊക്കെ രജിസ്റ്റേഡ് മെമ്പർ കൂടിയാണ്.
അടിപൊളിയാണ്. ഇതുകൂടാതെ AI ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് പ്രഡിക്ഷൻ ടൂൾസ് കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കിന്റെ 3 ദിവസം മുതൽ 1 വർഷം വരെയുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് പ്രഡിക്ഷൻസും നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ശൂന്യയിൽ ഒരു ഫ്രീ അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ETF ഇതുപോലുള്ള ഏതൊരു ബ്രോക്കറിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അത് ബ്രോക്കറേജ് ഇല്ലാത്ത ബ്രോക്കർ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗോൾഡ് ETF-ന്റെ രൂപത്തിൽ വാങ്ങിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ഗോൾഡിന്റെ ETF-കളാണ്. ഇതിൽ SBI ഗോൾഡ് ETF ഉണ്ട്, HDFC ഗോൾഡിന്റെ ETF ഉണ്ട്, അതുപോലെ തന്നെ നിപ്പോൺ ETF ഗോൾഡ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടെന്ന് പറയുന്നത് നിപ്പോൺ ആണ്. ഇപ്പോൾ നമുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഗോൾഡ് പീസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ബ്രോക്കർ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഗോൾഡ് പീസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെർച്ച് ലിസ്റ്റിൽ ഈ ഒരു ETF നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗോൾഡിൽ ETF വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഗോൾഡ് ETF ആയിട്ട് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് എന്ന് പറയുന്നത് 58 രൂപയാണ്. സോ വെറും 58 രൂപ ഉണ്ടെങ്കിൽ ഗോൾഡിന്റെ ഒരു ETF നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ സ്വർണ്ണത്തിന്റെ പ്രൈസ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെയും പ്രൈസ് മൂവ് ചെയ്യും. ഇപ്പോൾ സ്വർണ്ണത്തിന്റെ വില കൂടുകയാണെങ്കിൽ ഇതിന്റെ ഗോൾഡ് പീസിന്റെയും വില കൂടും, സ്വർണ്ണത്തിന്റെ വില ഇടിയുകയാണെങ്കിൽ ഗോൾഡ് പീസിന്റെയും വില ഇടിയും. സോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു മികച്ച മാർഗ്ഗമാണ് ETF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പ്യൂരിറ്റി ഗ്യാരണ്ടീഡ് ആയിരിക്കും. നമുക്ക് അതിന്റെ പ്യൂരിറ്റിയെ കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ലിക്വിഡിറ്റി അത് വലിയൊരു ബെനിഫിറ്റ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാം. ജസ്റ്റ് 1-2 ക്ലിക്കിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ നമ്മുടെ ബ്രോക്കർ ഓപ്പൺ ചെയ്യുക, എടുക്കുക, സെൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിൽക്കാം. അതുപോലെ തന്നെ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് വാങ്ങിക്കാം. സോ ലിക്വിഡിറ്റി വലിയൊരു പ്ലസ് പോയിന്റ് ആണ് ETF-കൾക്ക്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മണി നമുക്കറിയാം. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്ന സാധനം വാങ്ങിച്ചു, നമ്മൾ അയാൾക്ക് UPI വഴിയായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ പൈസ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്ന പൈസ വരികയാണ്. ഇനിയിപ്പോൾ അതല്ല, അയാൾക്ക് ഫിസിക്കലായിട്ട് പൈസ വേണമെങ്കിൽ അയാൾക്ക് വളരെ ഈസി ആയിട്ട് അയാളുടെ ATM കാർഡ് കൊണ്ടുപോയി ഒരു ATM ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അയാൾക്ക് കൊടുത്ത പൈസ ഫിസിക്കൽ ഫോമിൽ വിഡ്രോ ചെയ്യാം. സെയിം തന്നെയാണ് ഡിജിറ്റൽ ഗോൾഡിൻ്റെ കാര്യവും. ഫിസിക്കലായിട്ട് നമ്മുടെ കയ്യിലില്ല, പക്ഷേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ഓഫർ ചെയ്യുന്ന ഒരുപാട് ആപ്പുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെയധികം ആപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു റെഫറൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കൊടുത്തേക്കാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് അങ്ങനെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രയോജനങ്ങൾ എന്ന് പറയുന്നത് പ്യൂരിറ്റി ഗ്യാരണ്ടീഡ് ആയിരിക്കും. കാരണം ഇതിനകത്ത് മറ്റു നയങ്ങളൊന്നുമില്ല. ഡിജിറ്റലായിട്ട് നമ്മൾ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ സ്റ്റോറേജിന്റെ ആവശ്യമില്ല. നമുക്ക് പ്രത്യേകിച്ച് ലോക്കറുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതെല്ലാം നമ്മുടെ അക്കൗണ്ടിലാണ് ഒന്ന് സ്റ്റോർ ആകുന്നത്. അതുകൊണ്ട് ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കും എന്നുള്ള പേടി വേണ്ട. അതുപോലെ ലിക്വിഡിറ്റിയും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡിജിറ്റൽ ഗോൾഡ് സെല്ല് ചെയ്യാം. അപ്പോൾ അതിന്റെ ലിക്വിഡിറ്റിയും അതിൻ്റെ ഒരു ഗുണം തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് ഓഫ് മണി കൊണ്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ സാധിക്കും. ഒരു 100-500 ഇടയിൽ ഉള്ള പൈസയ്ക്ക് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാൻ സാധിക്കും. 5ാമത്തെ മാർഗ്ഗമാണ് മ്യൂച്വൽ ഫണ്ട്സ്. ഗോൾഡിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഗോൾഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഗോൾഡിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ഗോൾഡിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് കമ്പനികൾ ഗോൾഡിൽ മ്യൂച്വൽ ഫണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാക്സ് ബാങ്കിന്റെ ഉണ്ട്, SBIയുടെ ഉണ്ട്. അത് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ശൂന്യക്കകത്തും മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഗോൾഡിന്റെ വില എങ്ങനെ കൂടുന്നോ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂവും അതിനനുസരിച്ച് കൂടും. ഇപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ കണക്കാക്കുന്നത് അതിന്റെ NAV വെച്ചിട്ടാണ്, നെറ്റ് അസറ്റ് വാല്യൂ വെച്ചിട്ടാണ്. ഇപ്പോൾ ഗോൾഡിന്റെ വില കൂടുന്നതിനനുസരിച്ച് ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള ഇതിന്റെ നെറ്റ് അസറ്റ് വാല്യൂവും അതിനനുസരിച്ച് കൂടും. ഇനി 6ാമത്തെ മാർഗ്ഗം നോക്കുകയാണെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗങ്ങളൊന്നാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്, SGB. ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഇത് ബാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സെക്യൂർ ആണ്. ഇതിനകത്ത് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്വർണ്ണത്തിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്കും വ്യത്യാസം വരും. സ്വർണ്ണത്തിന്റെ വില കൂടുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള അപ്രിസിയേഷൻ ലഭിക്കും. സ്വർണ്ണത്തിന്റെ വില കുറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ അതിനനുസരിച്ചുള്ള ഡിപ്രിസിയേഷൻ ഉണ്ടാവും. പക്ഷേ ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഗോൾഡിന്റെ എമൗണ്ടിന് ഓൾമോസ്റ്റ് 2.5% ഇൻട്രസ്റ്റും നമുക്ക് ഇതിന്റെ പുറത്ത് ലഭിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം ഗോൾഡിൽ 5% അപ്രിസിയേഷൻ കിട്ടി, 5% ആണ് നിങ്ങൾക്ക് ഗോൾഡിൽ ലാഭം കിട്ടിയെങ്കിൽ അതിന്റെ കൂടെ തന്നെ 2.5% നിങ്ങൾക്ക് ഇൻട്രസ്റ്റും ലഭിക്കും. അല്ല നിങ്ങൾക്ക് ഇനി ഒരു വർഷം 10% ഗോൾഡിൽ അപ്രിസിയേഷൻ ലഭിച്ചെങ്കിൽ അതിന്റെ കൂടെ 2.5% നിങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് പുറത്തുള്ള ഇൻട്രസ്റ്റും ലഭിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് 12.5% നിങ്ങൾക്ക് അതിൽ നിന്ന് റിട്ടേൺസ് ലഭിക്കും. അപ്പോൾ ഈ 6 രീതികളിലാണ് നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പെർസ്പെക്റ്റീവിൽ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും ചെയ്യാൻ പാടില്ലാത്ത ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഗോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും പവർഫുൾ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് തന്നെയാണ്. കാരണം ലോങ് ടൈമിലേക്ക് ഗോൾഡിന്റെ പ്രൈസ് എപ്പോഴും നമ്മൾ മുകളിലേക്ക് പോയി മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല വലിയൊരു ഇടിവൊന്നും നമ്മൾ ഒരിക്കലും ഗോൾഡിൽ കണ്ടിട്ടില്ല. സോ ഒരു സെക്യൂർ ആയിട്ട്
ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ ഒരു ചെറിയൊരു ഭാഗം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പവും പറയാനില്ല. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏത് രീതിയിൽ വേണമെങ്കിലും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ബ്രോക്കറേജ് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശൂന്യ ആപ്പ് യൂസ് ചെയ്യാം. എല്ലാ തരത്തിലുള്ള ട്രേഡുകളിലും സീറോ ബ്രോക്കറേജ്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും മെയിൻ്റനൻസും എല്ലാം സീറോ ആണ്. അപ്പോൾ അതിനകത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനാവശ്യമുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി കാണുന്നവരെ ഐ എം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്.